ശ്വാസവും നിശ്വാസവും കരുണാമയനേ കൃപയും നാഥ, ഈ ജീവൻ നീ തന്ന ദാനമല്ലേ. ഓരോ രാവും ഓരോ പകലും ഓരോരോ ശ്വാസവും നിശ്വാസവും കരുണാമയനേ കൃപയും നാഥ, ഈ ജീവൻ നീ തന്ന ദാനമല്ലേ. ഇഹലോകയാത്രയിൽ വീഴ്ചകളിൽ കനിവോടെ നീ തന്നു പരിഹാരവും. ഇഹലോകയാത്രയിൽ വീഴ്ചകളിൽ കനിവോടെ നീ തന്നു പരിഹാരവും. അനുതാപിയാമെന്നെ ചേർത്തവനേ, ആശ്വാസം നീ തന്ന നിത്യജീവൻ. അനുതാപിയാമെന്നെ ചേർത്തവനേ, ആശ്വാസം നീ തന്ന നിത്യജീവൻ. ഓരോ രാവും ഓരോ പകലും ഓരോരോ ശ്വാസവും നിശ്വാസവും കരുണാമയനേ കൃപയും നാഥ, ഈ ജീവൻ നീ തന്ന ദാനമല്ലേ. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ അനുദിന ചിന്താവിഷയം ഐ വിൽ ഹെൽപ്പ് യു, ഞാൻ നിന്നെ സഹായിക്കും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41 അധ്യായം 10 തിരുവചനം. ബുക്ക് ഓഫ് ഐസായ ചാപ്റ്റർ 41 വേഴ്സ് 10. Fear you not, for I am with you. Be not dismayed, for I am your God. I will strengthen you. I will help you. I will uphold you with the right hand of my righteousness. ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവം ആകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ആമേൻ. ഞങ്ങളുടെ വീണ്ടെടുപ്പാന കർത്താവേ, ഞങ്ങളുടെ അധരത്തിലെ ഓരോ വാക്കുകളും ഞങ്ങളുടെ ഹൃദയത്തിലെ ധ്യാനവും തിരുസന്നിധിയിൽ പ്രസാദകരമായിരിക്കുവാൻ പരിശുദ്ധാത്മാദൈവമേ ഞങ്ങളെ സഹായിക്കണം. ദൈവാത്മാവേ, അവിടെ ഞങ്ങളെ പഠിപ്പിക്കണം. അവിടുന്ന് അങ്ങനെ ചെയ്യുന്നതിനായി നന്ദി. അനുഗ്രഹിച്ചതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഞാൻ നിന്നെ സഹായിക്കും. നാം ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ ഒറ്റയ്ക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പരിശ്രമിക്കും. പക്ഷേ അതിനെല്ലാത്തിനും ഒരു പരിധിയുണ്ട്. നമ്മൾ ബലഹീനരായ മനുഷ്യരാണ്. ബലഹീനരായ മനുഷ്യരായ നമ്മളെ ബലപ്പെടുത്തുന്നത് ബലവാനായ കർത്താവാണ്. നമ്മളുടെ തിരഞ്ഞെടുപ്പ് അങ്ങനെ തന്നെയാണ്. ബലഹീനരായ നമ്മളെ ബലവാനായ ദൈവം വിളിച്ചത് ചേർത്തു. ഇസ്രായേൽ ജനത്തിന് ദൈവം കൊടുക്കുന്ന ഒരു പ്രോമിസാണ്, ഞാൻ നിന്നോട് കൂടെയുണ്ട്. കർത്താവ് നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ നമുക്ക് ഒരു കാര്യം ചെയ്യാൻ സാധിക്കുകയില്ല. അതും ദൈവം കൂടെയുള്ളപ്പോഴോ ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഈ തിരിച്ചറിവാണ് വേണ്ടത്. ഈ തിരിച്ചറിവ് യഥാർത്ഥത്തിലുള്ള ദൈവം ആരാണെന്ന് അറിയുമ്പോഴാണ് ആ നമ്മളെ ഭയപ്പെടുത്തുന്ന ദുരാത്മശക്തി വിട്ടുപോകുന്നത്. ഞാൻ നിന്നെ ശക്തീകരിക്കും. ഹല്ലേലൂയ. കഴുകനെ പോലെ ചിറകടിച്ച് പറന്ന് കയറണമെങ്കിൽ സ്വർഗത്തിൽ നിന്നുള്ള ശക്തി നമുക്ക് വേണം. ഞാൻ നിന്നെ ശക്തീകരിക്കും. സ്തോത്രം. ദൈവം ശക്തീകരിക്കാനുണ്ടെങ്കിൽ ഒരൊറ്റ ശത്രുവും നമ്മുടെ ജീവിതത്തിൽ അടുക്കില്ല. സ്തോത്രം. ഈ ആധുനിക യുഗത്തിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു അത്ഭുതമാണത്. ഒരു ചെറിയ രാഷ്ട്രമാണ് ഇസ്രായേൽ ജനം. ഇസ്രായേൽ രാജ്യം ഒരു ചെറിയ രാജ്യമാണ്. പക്ഷേ വലിയ വൻകിട രാജ്യങ്ങൾ പോലും ആ ഒരു രാജ്യത്തെ തൊടാൻ ഭയപ്പെടുന്നു. അവരുടെ പ്രധാന ശക്തി എന്ന് പറയുന്നത്, ഇസ്രായേൽ ജനത്തിൻ്റെ പ്രധാന ശക്തി എന്ന് പറയുന്നത് ദൈവം തന്നെയാണ്. ദൈവം തന്നെയാണ്. എല്ലാത്തിൻ്റെയും കണ്ടുപിടുത്തത്തിൻ്റെ പൂർണ്ണ ഉറവിടം ഇസ്രായേൽ രാജ്യമാണ്. അന്ന് കൊടുത്ത വാഗ്ദത്തം ഇന്നും അത് മുന്നോട്ട് പോവുകയാണ്. ഞാൻ നിന്നെ സഹായിക്കും. യെസ്,
ഞാൻ നിന്നെ സഹായിക്കും. കർത്താവ് യേശുക്രിസ്തുവിൻ്റെ സഹായം കൂടാതെ നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റില്ല. അത് തന്നെ കർത്താവ് പറഞ്ഞ്, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ സാധ്യമല്ലെന്നേ. ഐ വിൽ ഹെൽപ്പ് യു, ഐ വിൽ ഹെൽപ്പ് യു. അങ്ങനെ ഒരു പ്രോമിസുമായിട്ട് മുന്നോട്ട് ദൈവം വരുമ്പം അത് വേണ്ടാന്ന് പറയുമോ? സ്വന്തം വിവേകത്തിലൂന്നുമോ? പൂർണ്ണ ഹൃദയത്തോടെ സ്വന്തം വിവേകത്തിലൂന്നാതെ കർത്താവിൽ ആശ്രയിക്കും. അവിടുന്ന് സഹായിക്കുമെന്ന് പറഞ്ഞാൽ എല്ലാ മണ്ഡലത്തിലും ദൈവത്തിൻ്റെ സഹായം ഉണ്ടാകും. എൻ്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ദൈവത്തിൻ്റെ താങ്ങുന്ന കരം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ലോക ജീവിതത്തിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ജോഷുവയോട് കർത്താവ് പറഞ്ഞത്, ജോഷുവയുടെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ പരിശുദ്ധാത്മാവ് ദൈവം നമ്മളെ ഇങ്ങനെ പഠിപ്പിക്കുന്നു. നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോട് കൂടെയുള്ളത് കൊണ്ട് ഉറപ്പും ധൈര്യമുള്ളവനുമായിരിക്കുക. ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുത് എന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ചുവല്ലോ. ഭയപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലാണ്, ഒരു സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് ജോഷുവയെ ദൈവം തിരഞ്ഞെടുക്കുന്നത്. ആ സാഹചര്യത്തിൽ ഇസ്രായേൽ ജനത്തെ നയിക്കാനായിട്ട് മോശയ്ക്ക് ശേഷം ജോഷുവയ്ക്ക് ആ ഉത്തരവാദിത്വം കൊടുക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് കൊടുക്കുന്ന ഒരു ഉറപ്പാണ്, നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തൊക്കെയും നിന്നോട് കൂടെ ഉള്ളത് കൊണ്ട്. ജോഷുവയ്ക്ക് കൊടുത്ത അതേ ഉറപ്പ് തന്നെയാണ് ഈ പ്രഭാതത്തിലും ഈ ആധുനിക യുഗത്തിൽ ജീവിക്കുന്ന മകനെ മകളെ നമുക്ക് ദൈവം തരുന്ന ഉറപ്പാണത്. നീ പോകുന്നിടത്തേക്കും എൻ്റെ കരം കൂടെ ഉള്ളത് കൊണ്ട് ഉറപ്പും ധൈര്യമുള്ളവനുമായിരിക്കുക. ഇന്ന് പലർക്കും കൈമുതലായിട്ടോ ഇല്ലാത്തൊരു കാര്യമാണ് ഉറപ്പും ധൈര്യവും. ഉറപ്പും ധൈര്യവും ഓരോ ദിവസം ചെല്ലുന്തോറും ഭയപ്പെടുത്തുന്ന സംഭവങ്ങൾ, ഭീതിപ്പെടുത്തുന്ന അനുഭവങ്ങൾ വർദ്ധിച്ച് പെരുകിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ നടുവിൽ നിന്ന് നമ്മളെ ശക്തീകരിക്കുന്ന ദൈവം നമ്മുടെ കൂടെയുണ്ട്. ധൈര്യമുള്ളവനായിരിക്കുക. സ്തോത്രം. അങ്ങോട്ടും ഇങ്ങോട്ടും കരങ്ങളൊന്ന് കൊടുത്ത് പിടിച്ചിട്ട് പറ, ധൈര്യത്തോടെ ഇരിക്കാൻ പറ, ധൈര്യമുള്ളവനായിരിക്കാൻ പറ, ധൈര്യമുള്ളവളായിരിക്കാൻ പറ. ഭയപ്പെടരുത്. ഇത് പരിശുദ്ധാത്മാവ് ദൈവമാണ് നമ്മളോട് സംസാരിക്കുന്നത്. ഭ്രമിക്കുകയും അരുത് എന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ചുവല്ലോ. ഈ കൽപ്പന ഓരോ പ്രഭാതത്തിലും പുതിയതായിട്ട് തന്നുകൊണ്ടിരിക്കുകയാണ്. ഹാവ് ഐ നോട്ട് കമാൻഡഡ് യു? ബി സ്ട്രോങ് ആൻഡ് ഓഫ് എ ഗുഡ് കറേജ്. ബി നോട്ട് അഫ്രൈഡ് ആൻഡ് ബി നോട്ട് ഡിസ്മേയ്ഡ്. For the Lord your God is with you wherever you go. Hallelujah. അപ്പോൾ ആ ഒരു സാന്നിധ്യം നമ്മുടെ കൂടെ വരികയാണ്. ഈ സാന്നിധ്യമാണ് നമ്മളെ മറ്റുള്ളവരെന്ന് വ്യത്യസ്തരാക്കുന്നത്. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 44-ന്റെ 1-ാമത്തെ വാക്യത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുന്നത്, ഇപ്പോഴോ എൻ്റെ ദാസനായ യാക്കോബേ, ഞാൻ നിന്നെ തിരഞ്ഞെടുത്ത ഇസ്രായേലേ കേൾക്ക. 2-ാമത്തെ വാക്യം പറയുകയാണ്, നിന്നെ ഉരുവാക്കിയവനും ഗർഭപാത്രത്തിൽ നിന്ന് നിർമ്മിച്ചവനും നിന്നെ സഹായിച്ചവനുമായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, എൻ്റെ ദാസനായ യാക്കോബേ, ഞാൻ നിന്നെ തിരഞ്ഞെടുത്ത്, നീ ഭയപ്പെടേണ്ട. അപ്പോൾ നമ്മളെ തിരഞ്ഞെടുത്തത് ആരാണ്? ദൈവമാണ്. ആ തിരഞ്ഞെടുപ്പിൽ തന്നെയാണ് ഒരു പാക്കേജായിട്ട് ആ ദൈവിക സാന്നിധ്യം നമ്മുടെ കൂടെ വരികയാണ്. പഴയ നിയമ ഇസ്രായേലിന് ഉണ്ടായിരുന്ന ഭയത്തേക്കാൾ കൂടുതലാണ് ഈ ആധുനിക ഇസ്രായേലായ നമുക്ക്. സ്തോത്രം. അന്ന് ദൈവത്തിൻ്റെ അത്ഭുതത്തിൻ്റെ കരം അവർ ഓരോ നിമിഷം കണ്ടുവരികയായിരുന്നു. എന്ന് അത്ഭുതങ്ങളും അടയാളങ്ങളുമുണ്ട്. പക്ഷേ അത് രുചിച്ചറിഞ്ഞ് മുന്നോട്ട് പോകാനായിട്ട് നമ്മളിൽ പലർക്കും സാധിക്കുന്നില്ല. അതുകൊണ്ട് വചനത്തിലൂടെ ദൈവം നമ്മളെ ശക്തീകരിക്കുകയാണ്. സ്തോത്രം. റോമർ 8-ന്റെ 31-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, ഇത് സംബന്ധിച്ച് നാം എന്ത് പറയുന്നുണ്ട്? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാണ്. സ്തോത്രം. വലിയ സൈന്യമൊന്നും ആവശ്യമില്ലേ, ദൈവം മാത്രം മതിയല്ലോ. പലരും അങ്ങനെയാണല്ലോ പറയുന്നത്, എനിക്ക് ആരെയും ആശ്രയിപ്പാനില്ല, ദൈവം മാത്രമേ തുണയുള്ളൂ. അതെ, 100% അതാണ് വേണ്ടത്. ഇത് സംബന്ധിച്ച് നാം എന്ത് പറയുന്നുണ്ട്? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാര്. ഐ വിൽ ഹെൽപ്പ് യു. ആരുമില്ലെങ്കിൽ ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്റെ കൂടെ ഉണ്ടാകും. പൊതുവേ മനുഷ്യൻ ഭീരുവാണ്. നല്ലൊരു ശതമാനം ആൾക്കാരും ഭയത്തിലാണ് കഴിയുന്നത്. അതുകൊണ്ട് വിശുദ്ധ പൗലോസ് പറയുന്നത് പോലെ നമുക്ക് പറയാം, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാകുന്നു. ചേർന്നൊരാമേൻ പറയും. ആമേൻ. ഐ വിൽ ഹെൽപ്പ് യു. കർത്താവ് യേശുക്രിസ്തുവാണ് നമ്മളെ ശക്തനാക്കുന്നവൻ. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവൻ. ആ 2 കരങ്ങളും നെഞ്ചോട് ചേർത്ത് വെച്ച് വിശ്വാസത്തോടെ ഏറ്റുപറയാം, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാകുന്നു. വീണ്ടും യെശയ്യാ പ്രവാചകനിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുന്നത്,
യെശയ്യാ 51:12. ഞാൻ തന്നെ നിങ്ങളെ ആശ്വസിപ്പിക്കുന്നവൻ, എന്നാൽ മരിച്ചു പോകുന്ന മർത്യനെയും പുല്ലുപോലെ ആയിത്തീരുന്ന മനുഷ്യനെയും ഭയപ്പെടുവാൻ നീ ആർ? യെസ്, ഇന്ന് മനുഷ്യനെ തന്നെയാണ് പേടി. നല്ലൊരു ശതമാനം മനുഷ്യർക്ക് മനുഷ്യരെ തന്നെയാ പേടി. അങ്ങനെ മനുഷ്യരെ പേടിപ്പെടുത്താനായിട്ട് കുറെ പേര് ഇങ്ങനെ ഭയപ്പെടുത്താൻ വേണ്ടി തന്നെ അഭിഷേകത്തോടെ ഇരിക്കുന്നവരുണ്ട്. കർത്താവ് നമ്മളോട് ചോദിക്കുകയാണ്, ഞാൻ തന്നെ നിങ്ങളെ ആശ്വസിപ്പിക്കുന്നവൻ. വേറെ ആരെങ്കിലും ആശ്വാസകരവുമായിട്ട് വന്നാൽ എടുത്ത് മടി വെക്കരുത്, പ്രശ്നമായിരിക്കും അവസാനം. വഴിയെ പോകുന്നവരെല്ലാം വിളിച്ച് ആശ്വാസത്തിന്റെ കൈ ചോദിക്കരുത്. ദൈവം വചനത്തിലൂടെ നമ്മളെ അഷ്യൂർ ചെയ്യുകയാണ്, ഉറപ്പ് തരികയാണ്, ഞാൻ തന്നെ നിങ്ങളെ ആശ്വസിപ്പിക്കുന്നവൻ. സ്തോത്രം. പലരും പറയും, ഇന്ന വ്യക്തികൾ അവിടെ പോയി പ്രാർത്ഥിച്ചാൽ, ഇവിടെ പോയി പ്രാർത്ഥിച്ചാൽ, അവിടെ പോയി നേർച്ചയിട്ടാൽ, ഇവിടെ പോയി അവിടെ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്താൽ സ്തോത്രം അനുഗ്രഹം കിട്ടുമെന്ന്. ഈ പിശാചിനൊരു കാര്യമുണ്ട്, അവനും അനുഗ്രഹം തരാൻ കഴിയും. സ്തോത്രം. മോശയുടെ കൂടെ മിസ്രൈം ദേശത്തെ മന്ത്രവാദികളില്ലായിരുന്നു, അവരുടെ കയ്യിലും വടിയുണ്ടായിരുന്നു. മോശയുടെ കയ്യിൽ വടി താഴെയിട്ടപ്പോൾ സർപ്പമായി, മന്ത്രവാദികളുടെ കയ്യിൽ വടി താഴെയിട്ടപ്പോഴും അതും സർപ്പമായി. പക്ഷെ മോശയുടെ സർപ്പവും മന്ത്രവാദികളുടെ സർപ്പവും തമ്മിൽ വ്യത്യാസം ഉണ്ടായിരുന്നു. ഈ മോശയുടെ സർപ്പം മറ്റേ മന്ത്രവാദികളുടെ സർപ്പത്തെ മുഴുവനും വിഴുങ്ങിക്കളഞ്ഞു. സ്തോത്രം. അപ്പോൾ കാണുന്നവർക്ക് എല്ലായിടത്തും സഹായത്തിന് പോകരുത്. ഞാൻ തന്നെ നിന്നെ ആശ്വസിപ്പിക്കുന്നവൻ. ആ ദൈവം പറയുന്ന, അധ്വാനിക്കുന്നവർ ഭാരം വഹിക്കുന്നവരെ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. എന്നാൽ മരിച്ചു പോകുന്ന മർത്യനെയും പുല്ലുപോലെ ആയിത്തീരുന്ന മനുഷ്യനെയും ഭയപ്പെടുവാൻ നീ ആർ? പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഭയപ്പെടുത്തുന്നവരുടെ ക്വാളിഫിക്കേഷൻ മനസ്സിലായല്ലോ. അതുകൊണ്ട് മരിച്ചു പോകുന്ന പുല്ലുപോലെ വാടിപ്പോകുന്ന മനുഷ്യനെ ഭയപ്പെടേണ്ട. ഐ വിൽ ഹെൽപ്പ് യു. ഞാൻ നിന്നെ സഹായിക്കും. ഭ്രമിച്ചു നോക്കേണ്ട, ഭീരുവാകാതെ ധൈര്യശാലിയായിരിക്കുക. ഈ ആധുനിക യുഗത്തിൽ സ്വർഗത്തിൻ്റെ ഈ ഒരു ആശ്വസിപ്പിക്കുന്ന വചനമാണ് നമുക്ക് വേണ്ടത്. ഇത് നമ്മളെ പുഷ്ടിപ്പെടുത്തി ശക്തിപ്പെടുത്തി നമ്മുടെ യാത്ര മുന്നോട്ട് നയിക്കുവാൻ പരിശുദ്ധാത്മാവ് നൽകിയ ഈ സ്വർഗീയ മന്ന 2 കൈയോടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാം. ഈ വചനങ്ങളാൽ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. സ്നേഹവാനായ പിതാവേ, അവിടുന്ന് തന്ന ഈ ദിനത്തിനായി സ്തോത്രം. കർത്താവേ, അവിടുന്ന് ഞങ്ങളെ അവിടുത്തെ തിരുവചനമയച്ച് ശക്തിപ്പെടുത്തിയതിനായി സ്തോത്രം. അവിടുന്ന് ഞങ്ങളുടെ കൂടെ ഉള്ളതിനായി സ്തോത്രം. ഞങ്ങളെ ഭയപ്പെടുത്തുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകുമ്പോൾ ഹല്ലേലൂയ അവിടുന്നാണ് ഹല്ലേലൂയ ഞങ്ങളുടെ ദൈവമെന്ന വചനത്തിലൂടെ വീണ്ടും വീണ്ടും ഞങ്ങളെ ഉറപ്പാക്കുന്നതിനായി സ്തോത്രം. കർത്താവേ, അവിടുന്നാണ് ഞങ്ങളെ ശക്തീകരിക്കുന്നതിനുള്ള ദൃഢമായ വിശ്വാസത്തിലേക്ക് കടന്നു വരുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണം. അവിടുന്നാണ് ഹല്ലേലൂയ ഞങ്ങൾക്ക് സഹായം എവിടെ നിന്നും വരും? ആകാശവും ഭൂമിയും സൃഷ്ടിച്ച അങ്ങയിൽ നിന്നാണല്ലോ ഞങ്ങൾക്ക് സഹായം. അവിടെ ഞങ്ങളെ സഹായിക്കുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ കുടുംബത്തെ സഹായിക്കുന്നതിനായി സ്തോത്രം. ഞങ്ങൾ ഓരോരുത്തരും ചേർന്ന് നിൽക്കുന്ന കൂട്ടായ്മകളെ സഹായിക്കുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ ഓരോ മണ്ഡലങ്ങളിലും അവിടുത്തെ സഹായത്തിൻ്റെ കരമയച്ച് ഞങ്ങളെ ബലപ്പെടുത്തുന്നതിനായി സ്തോത്രം. കർത്താവേ, അല്ലെങ്കിൽ ഓരോ നിമിഷവും ഭയപ്പെടുത്തുന്ന അനുഭവങ്ങൾ ഓരോ ദിവസവും വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ തിരുവചനത്തിലൂടെ ഞങ്ങളെ ശക്തിപ്പെടുത്തി ബലപ്പെടുത്തി ധൈര്യപ്പെടുത്തി ഞങ്ങളെ ആശ്വസിപ്പിച്ചതിനായി നന്ദി പറയുന്നു. ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ പ്രവൃത്തികളെയും അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കാൻ സ്തോത്രം. കർത്താവേ, ഞങ്ങളുടെ തലമുറകളെ അനുഗ്രഹിച്ചിരിക്കാൻ സ്തോത്രം. ഞങ്ങളുടെ വയലുകളെ അനുഗ്രഹിച്ചതിനായി നന്ദി. ഞങ്ങളുടെ ബിസിനസ്സുകളെ അവിടുന്ന് അനുഗ്രഹിച്ചതിനായി സ്തോത്രമപ്പ. ഞങ്ങളുടെ മാതാപിതാക്കളെ തിരുക്കരങ്ങളിൽ തരുന്ന ആശ്വാസത്തിൻ്റെ കരം അവരുടെ മേൽ വെച്ചിരിക്കാൻ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, നരക്കുകളിൽ ഞാൻ നിന്നെ ചുമക്കുമെന്ന് അറിയിച്ചത് കർത്താവേ, ഹല്ലേലൂയ കണ്ണിലെ കൃഷ്ണമണി പോലെ ഞങ്ങളെ കാത്തു സൂക്ഷിക്കുന്നതിനായി സ്തോത്രം. ഒരിക്കൽ കൂടി കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്ന ഓരോ മക്കളെയും തിരുക്കരങ്ങളിൽ തരുന്നു. അവിടുത്തെ ആശ്വാസത്തിൻ്റെ കരം ഓരോ മക്കളുടെ മേലും വച്ചിരിക്കുക സ്തോത്രം. ഒരിക്കൽ കൂടി കർത്താവേ, അവിടുത്തെ തിരുസാന്നിധ്യത്തിനായി നന്ദി പറയുന്നു. അനുഗ്രഹിച്ചനായി സ്തോത്രം. പ്രാർത്ഥനയെ യാചനയും കേട്ടിരിക്കാൻ നന്ദിയപ്പാ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. തുണയേകും ഗിരിയിൽ ഞാൻ നോക്കിടുമ്പോൾ കനിവേറും കരമുള്ള പ്രിയനാണു നീ. തുണയേകും ഗിരിയിൽ ഞാൻ നോക്കിടുമ്പോൾ കനിവേറും കരമുള്ള പ്രിയനാണു നീ. ഒരു നാളും
തന്ന നിത്യജീവൻ ഒരു നാളും പിരിയാതെ കൂടെ നിൽപ്പാൻ ആലംബം നീ തന്ന നിത്യജീവൻ ഓരോ രാവും ഓരോ പകലും ഓരോരോ ശ്വാസവും നിശ്വാസവും കരുണാമയനേ കൃപയും നാഥ ഈ ജീവൻ നീ തന്ന ദാനമല്ലേ ഓരോ രാവും ഓരോ പകലും ഓരോരോ ശ്വാസവും നിശ്വാസവും കരുണാമയനേ കൃപയും നാഥ ഈ ജീവൻ നീ തന്ന ദാനമല്ലേ.